നിങ്ങൾ ആരെങ്കിലും ഡബിൾ ഡെക്കർ ബസ് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദുബായ്, ഷാർജയിലും ഒരുപാടുണ്ട്. ദുബായ് ടു ഷാർജ, ദുബായ് ടു അജ്മാൻ, ഇങ്ങോട്ടൊക്കെ പോകുന്നിടത്തെല്ലാം കൂടുതലും ഡബിൾ ഡെക്കർ ബസ്സാണ്. നമ്മുടെ നാട്ടിലത്തെ KSRTC കൂട്ടി ഇവിടുത്തെ RTA-യുടെ. സോ ഞാൻ ഇന്ന് അതേൽ ഷാർജയിൽ നിന്ന് ദുബായ് വരെ പോവാണ് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങാൻ വേണ്ടി. സോ ഞാൻ നിങ്ങളെ ഡബിൾ ഡെക്കർ ബസ്സും കാണിച്ചു തരാം, അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇതോ അവിടെ ആയിട്ടാണ് ബസ് സ്റ്റോപ്പ്. ഈ പാർക്കിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പുറത്ത് പോകണം. വെയിലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ. കുളിച്ചിട്ട് ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ വെയിൽ കൊണ്ട് നമ്മൾ വിയർത്തു പോകും, അത്രയ്ക്ക് വെയിൽ. ഈ കാണുന്നതാണ് ആശാ ശരത്തിൻ്റെ ഷാർജയിലുള്ള ഡാൻസ് സ്കൂൾ. ഇതാ ഈ കാണുന്നതാണ് ഡബിൾ ഡെക്കർ ബസ്. ഇതിപ്പോൾ ദുബായിൽ നിന്ന് ഷാർജയിലോട്ട് വന്ന. നമുക്ക് ഈ റോഡിൻ്റെ അപ്പുറം ക്രോസ് ചെയ്യണം. ആ നേരെ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. എല്ലാം മൂഞ്ചി കേസ്. ഞാൻ ഡബിൾ ഡെക്കർ ബസ് പ്രതീക്ഷയാണ് വന്നത്. സാധാരണ ഞാൻ ഷാർജയിൽ നിന്ന് എപ്പോൾ ഞാൻ ഷാർജയിൽ നിന്ന് ദുബായിലോട്ട് പോയി കഴിഞ്ഞാൽ ഡബിൾ ഡെക്കർ ബസ്സാണ്. ഈ ഇടയാക്കിയിട്ട് ഡബിൾ ഡെക്കർ ബസ് അല്ല, എന്നുവെച്ചാൽ അങ്ങനല്ല, മാറി തിരിഞ്ഞും വരും. ഒറ്റ നിലയുള്ള ബസ്സും 2 നിലയുള്ള ബസ്സും അങ്ങനെ മാറി തിരിഞ്ഞു. ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. ഇതാണ് ഈ സിംഗിൾ സ്റ്റോറി ബസ്സാണ്, ഒറ്റ നില ബസ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്താണേലും ഡബിൾ ഡെക്കർ ബസ് കിട്ടുമോ നോക്കാം നമുക്ക്. ആ ഗോൾഡൻ എഴുതിയേക്കുന്നോ? ഇല്ലല്ല.
हाँ यूट्यूब। ഇത് ഇറാനിയൻ കുങ്കുമപ്പൂവാണ്. ഇതിന് ഗ്രാം 20 ദിർഹംസാണ് വരുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഒരു 400 രൂപ വരും. ഇത് ഒറിജിനൽ ക്വാളിറ്റിയാണ്. അതിനൊക്കെ എങ്ങനെയാ ചേട്ടാ വില വരുന്നത്? ഇപ്പം എടുക്കുന്നത് 14 കിലോ അല്ലേ? സ്പൈസസ് ഒക്കെ ഉണ്ട്. ഉണങ്ങിയ നാരങ്ങ, കറുവപ്പട്ട. ഇത് റോസ് ആണെന്ന് തോന്നുന്നു. എക്ലേറ്റ്സിന്റെ പല മോഡൽ. ഈന്തപ്പഴം പല ക്വാളിറ്റി. അത്തിപ്പഴം. മറ്റേ കല്ലുമുട്ടായി, ജംസ്, ഇതൊക്കെ ജെല്ലി ടൈപ്പ് വരുന്നത്. അതേത് പ്ലെയിൻ അണ്ടിപ്പരിപ്പാണോ അതോ? അത് ചീസല്ലേ? മുളക് ഇട്ടത് മറ്റേ കാരമലൈസ്ഡ് അല്ലേ? നാപ്പല്ലേ ഏട്ടാ പറഞ്ഞേ? കാഷ്നട്ട് നോർമൽ 40 ദിർഹംസ്. റോസ്റ്റഡ് 40 ദിർഹംസ്. പിസ്ത ഒക്കെ എങ്ങനെ? 40 അല്ലേ? ലെമൺ സോൾട്ടഡ് എന്ന് വെച്ചാൽ സോൾട്ടും കൂടെ വരുന്നോ? സോൾട്ട് ഇത് പംകിൻ സീഡ് അല്ലേ? സ്വീറ്റ് മെലൺ അല്ലേ? പംകിൻ സീഡ് അതായിരിക്കും അല്ലേ? പച്ച വൈറ്റ്. ചേട്ടാ ഇത് വലിയ ബദാം എത്ര ഏട്ടാ കിലോ വരുന്നതിന്? ആ കുറച്ച് ചെറുതായിരിക്കും അല്ലേ? മറ്റേ ഫ്രണ്ട് ഇരിക്കുന്നത് 30 grams. ആർക്കും വേണ്ട കളയുന്നൊരു സംഭവം കാണിച്ചു തരാം. ഞാനോർത്തത് ചക്കക്കുരുവാണ്, പക്ഷേ ചക്കക്കുരു അല്ല, ഇത് ബ്രസീലിയൻ നട്ടോ അങ്ങനെ എന്തോ. കിലോയ്ക്ക് 110 ദിർഹംസ്. കാണാൻ ചക്കക്കുരു കൂട്ട് തന്നെ ഉണ്ടല്ലേ? ഇതെല്ലാം ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നത് 17 കിലോയ്ക്ക്. ഡേറ്റ്സ് അകത്ത് വന്നിട്ട് വെളിയിൽ ചോക്ലേറ്റ് വരുന്നത്. ഒക്കെ 17 ദിർഹംസ് കിലോ. ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണർ. आपका नाम क्या है? मेहदी। मैं ईरान का है। ईरान का है। पूरा हम लोग का सामान भी पूरा ईरान का है। सामान में पूरा ईरान का है। हम लोग में हम होलसेल में हैं, हम रिटेल में हैं। दुबई, देरा, मोटिना रोड और 2 शॉप है। एक है वो रोलांस में है, 3 शॉप में है। तो अबू बकर। हाँ, शारा अबू बकर सिटी का रोड में। ഇതാണ് കട. നമ്മുടെ അബൂബക്കർ. ഇതാണ് കട. അത് വഴിയോര റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. നമ്മുടെ ഡബിൾ ഡക്കർ ബസ് വരുന്നുണ്ട്.
ഇതാണ് നമ്മുടെ ഡബിൾ ഡക്കർ ബസ്. നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി. ബസ് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ബസ്സിനകം ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. ഞാൻ വേറൊരു ദിവസം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഞാൻ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ഇടാം വിശദമായിട്ട്. നമ്മൾ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ വീടെത്തി. എന്താ പറയണ്ടേ, ഞങ്ങളങ്ങനെ വീടെത്തി. അപ്പം ഞാൻ മേടിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് മേടിച്ചത്. മുട്ടായി, ആൽമണ്ട്, ഇത് മക്കഡാമിയ, മറ്റേ ചായ വെച്ച് പൊട്ടിക്കുന്നത്. ഇത് മറ്റേ വേഫർ റോൾ കൂട്ടത്തെ ഒരു സംഭവം, അണ്ടിപ്പരിപ്പ്. ഇതാണെന്നുണ്ടെങ്കിൽ ആൽമണ്ട് എല്ലാം കൂടെ വന്നിട്ട് ഉള്ളൊരു ക്രഷ്ഡ് ആൽമണ്ട്സും ചോക്ലേറ്റും ഒക്കെ വരുന്നത്. ഇതിൻ്റെ തന്നെ പിസ്ത വരുന്നത്. അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഇറ്റ്സ് മീ ആകാശ്. സൈനിങ് ഓഫ് അല്ലേ? ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്. ബൈ ബൈ.